എന്താ കുഞ്ഞു പറയത് നേരത്തെ കടയടച്ചത്? കച്ചവടമില്ലേ? ആ, കൊല്ലം വരെ ഒന്ന് പോണ ഇസ്മായിക്ക. മറിയാമ്മയുടെ അനിയത്തിയുടെ മത്സരമാണ് നാളെ. 9 മണിയുടെ സൂപ്പർ ഫാസ്റ്റിനെങ്കിലും പോയാലേ. ഈ കൊല്ലത്തേക്കും കൊയിലാണ്ടിക്ക് ഒന്നും അല്ല പോണത്. ഞമ്മളോട് എന്തിനാടോ കുളൂസടി? 6 മണിയുടെ സൈറിനടിച്ചാ ആ തൊമ്മിച്ചൻ വരും അല്ലേ? ആ 6 പറഞ്ഞവനോട് കാലത്ത് കായ് മേടിക്കുമ്പോ ഓർത്തില്ലേ വൈകിട്ടോ വരുന്ന്? കുറച്ച് ചരക്കെടുക്കാൻ വേണ്ടി വാങ്ങിയതാ. കച്ചവടം ഒട്ടും നടന്നില്ല. തരാനുള്ളവരോട്ട് സമയത്തിന് തന്നൂല്ല. ഇസ്മായിൽക്കാരുടെ അടുത്ത് വല്ലതും? അന്റെ അടുത്ത് എവിടുന്നാ പറയുന്നത്? ഈ മാർക്കറ്റിൽ തൊമ്മിയുടെ അടുത്ത് പലിശക്ക് കായ് മേടിക്കാത്തത് ഞമ്മള് മാത്രമേ ഉള്ളൂ. 20 വർഷമായി തുടങ്ങിയതുപോലെ ഞാൻ ഇന്നും. എന്നാലും ആ ഹിമാറിന്റെ കയ്യിൽ നിന്ന് കായ് മേടിച്ചിട്ടുള്ള കച്ചവടം നമുക്ക് വേണ്ട. പറ്റേ പഠിച്ചവനെ, ഈ വെറുതെ അല്ല പറഞ്ഞത് പലിശ ഹറാമാണെന്ന്. അത് വാങ്ങി തിന്നുവന്റെ സ്ഥാനം നരകത്തിലാണെന്ന്. അല്ലാ. മറിയാമ്മേ, മറിയാമ്മേ. ആ, ഇടിയാ തുമ്പിച്ചിറങ്ങാൻ വന്ന ഞാനിവിടെ ഇല്ലെന്ന് പറഞ്ഞേ. തുമ്മിച്ചെടുത്തുള്ള കാശ് വാങ്ങിച്ചോ? കർത്താവേ, എന്തിനായിട്ട് പൊളിച്ച് തെറിയേക്കണത്? അതൊന്നും കൊടുക്കാറുന്നില്ലേ? കൊടുക്കാൻ നിന്റെ അപ്പൻ ഇവിടെ വല്ലതും കൊടുത്തിട്ടുണ്ടാ? ഇടി, ഞാനിവിടെ ഇല്ല, കൊല്ലത്ത് പോയെന്ന് പറഞ്ഞാൽ മതി. എന്നെ കൊണ്ട് എന്തിനാ നുണ പറയത്തില്ല? കുഞ്ഞു പറയല്ലേ? ഇച്ചയും കൊല്ലത്തേക്ക് പോയിരിക്കുക. അവന്റെ അമ്മേനെ കെട്ടിക്കാനോ? എന്റെ കാശ് ഏൽപ്പിച്ചിട്ടുണ്ടോ? എന്റെ അടുത്തൊന്നും തന്നിട്ടില്ല. തന്നിട്ടില്ലേ? ഈ പല്ലുവാഴക്ക് തുമ്മിച്ച മേടിക്കുമെന്ന് നിന്റെ മാപ്പിളയ്ക്ക് അറിയാമല്ലോടി. അങ്ങോട്ട് മാറിക്കടി. ആണുങ്ങളില്ലാത്ത വീടാ. പേടിക്കണ്ട, പെണ്ണുങ്ങടെ മാനം പോകുന്ന പണിയൊന്നും പല്ലുവാഴക്ക് തുമ്മിച്ചാൻ കാണിക്കാറില്ല. എന്റെ 5000 രൂപ കിട്ടിയാൽ ഞാനങ്ങ് പോയേക്കാം. ഇല്ലെങ്കിൽ എന്റെ മക്കള് മര്യാദയ്ക്ക് അന്തി ഉറങ്ങില്ല എന്നുള്ള കാര്യം നിന്റെ മാപ്പിളയ്ക്ക് അറിയാമല്ലോടി. എടാ കുഞ്ഞുവല്ലേ, എടാ കൊമ്മിച്ചന്റെ കയ്യിൽ നിന്ന് കാശ് മേടിച്ചിട്ട് ഒളിച്ചു കളിക്കാൻ നിനക്കെങ്ങനെ ധൈര്യം വന്നില്ല കുഞ്ഞു പറയേ? എടാ, നീ കൊല്ലത്തിന് പോകാൻ അരുവിപ്പാലം കടക്കില്ലെന്ന് എനിക്കറിയാം. കാശെടുക്കടാ. തുമ്മിച്ച, വിചാരിച്ച പോലെ കച്ചവടം ഒന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് 2 ദിവസത്തെ അവധിയെങ്കിലും. എന്തോ? ഇതിനു മുമ്പ് മേടിച്ചൊക്കെ ഞാൻ കൃത്യമായിട്ട് തന്നിട്ടുണ്ടല്ലോ. എടാ, ഇന്നലെ വയറ് നിറച്ച് ഉണ്ടെന്ന് വിചാരിച്ചിട്ട് ഇന്ന് പട്ടിണി കിടക്കാൻ പറ്റുമോ? 6 മണിയുടെ ഫയറിനടിക്കുമ്പോ രാവിലെ ചന്തയെ കൊടുത്ത കാശി സഞ്ചി വന്ന് വീണില്ലെങ്കിലേ പല്ലുവാക്ക് തൊമ്മിച്ചന് മനസമാധാനം ഉണ്ടാകത്തില്ല. കുഞ്ഞുറിയതേ, തൊമ്മിച്ചനെ മോശമാക്കല്ലേ. കാശെടുക്കടാ. ഒരു നിവൃത്തിയില്ലാഞ്ഞിട്ട തുമ്മിച്ച. എന്റെ കുഞ്ഞുമക്കളാണ് സത്യം. കർത്താവ് അയ്യോ അറിയിച്ച വെറുതെ കർത്താവിനെ കൂട്ടുപിടിക്കല്ലേ. പുള്ളിക്കാരൻ എന്റെ പക്ഷത്താ. എന്നും രാവിലെ പാവപ്പെട്ട കച്ചവടക്കാരന് പലിശയ്ക്ക് കാശ് കൊടുത്ത് സഹായിക്കാനാ നമ്മുടെ കർത്താവ് തൊമ്മിയെ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത്. അത് കൃത്യമായി തിരിച്ചു മേടിച്ചില്ലെങ്കിൽ കർത്താവ് ഇഷ്ടപ്പെടത്തില്ല. അന്തിവിധിക്ക് ചോദ്യം ഉണ്ടാവും. ഉള്ള കഴിവുറ മോനെ ഒന്നും ചെയ്യല്ലേ. വെറുതെ പിള്ളേര് പേടിച്ച് മുള്ള ഇടയാക്കരുത്. തുമ്മിച്ച, എന്നെ കൊന്നോ, പക്ഷെ എന്റെ കയ്യിൽ കാശില്ല. കാശില്ലേ? എന്നാ ഈട് വേണം. 5000 രൂപയ്ക്ക് എന്താണ് ഈടുള്ളത്? തുമ്പിച്ച, തുമ്പിച്ച, ഇതാ നിങ്ങളോട് വാങ്ങിയ പണം. എന്റെ ഭാര്യയുടെ കെട്ടുതാലിയാ. രാത്രിക്ക് രാത്രി തന്നെ കാശുണ്ടായല്ലോ. ഇതാ പറയുന്നത് പള്ളിവാഴക്ക് തൊമ്മിച്ചൻ ചെയ്തതാ ശരിയെന്ന്. എന്നാ പിടിച്ചോ. ഇനി കാശ് വേണം. എന്റെ പട്ടിക്ക് പോലും വേണ്ടോ തന്റെ പൈസ. ഇനി ഒരു കാര്യം താൻ മനസ്സിൽ വെച്ചോ. തൊമ്മിച്ചിനോട് ഇതിന് പ്രതികാരം ഈ കുഞ്ഞുമറിയത് ചോദിക്കും. അതിന് മരിച്ച് നരകത്തിൽ പോയാൽ നിന്റെ അപ്പൻ കപ്പക്കൊളി കുരിയെ വിചാരിച്ചാൽ നടക്കത്തില്ല. എന്റെ അപ്പന് വിളിച്ചാലുണ്ടല്ലോ
ചത്താലും ശരി നിന്റെ കുടല് ഞാൻ എടുക്കും. കുഞ്ഞുറവിന് പടിക്കടാ പട്ടി. എടോ തന്നെ കഴിവുള്ള മോനെ, ഞങ്ങളുടെ അപ്പന്റെ ദേഹത്ത് കൈവച്ചാണല്ലോ ഈ മാർക്കറ്റിൽ കച്ചവടം ചെയ്ത് ജീവിക്കാൻ സമ്മതിക്കില്ല പട്ടി. മക്കളെ വിട്, ഞാൻ ഇതിനെ കണ്ട് വാക്കത്തിയെടുക്കണ്ട. അപ്പം കൊടുത്ത കാശ് മേടിക്കാൻ അപ്പൻ അറിയാം, മക്കൾ കൊടുത്ത കാശ് മേടിച്ചാ മതി. വാടാ, താനിത് അനുഭവിക്കണോ? അതിനൊന്നും നേരമില്ല, പാസ്സായെന്ന് പറഞ്ഞാ മതി. അമ്മച്ചിയുടെ മോള് ഡിസ്റ്റിങ്ഷനോടെ പാസ്സായിരിക്കുന്നു. എന്റെ മാതാവേ. എന്താടി നിനക്ക് പിടിച്ചില്ലേ? എന്തിനാ ഇങ്ങനെ? അന്നു കിട്ടണ കാശിന് കച്ചവടം ചെയ്യണ മീൻകാരികളുടെ കയ്യിൽ നിന്ന് ഓസിന് കാശ് കൊടുത്ത് മീൻ മേടിച്ച് നീ അങ്ങനെ തിന്നണ്ട. അവിടെ ഉപദേശം കൊണ്ടുവരുന്നതേ പുഴുകി തിന്നാ മതി. ഇത് ദൈവദോഷം. ശോശാമേ, നീ എന്നെ മോശമാക്കല്ലേ. എടി, കാശുണ്ടാക്കാനാ കർത്താവ് എന്നെ അയച്ചിരിക്കുന്നത്, ചെലവാക്കാനല്ല. കണ്ടമാനം ചെലവാക്കിയാലേ അന്തിവിരിക്ക് ചോദ്യം ഉണ്ടാവും. പിന്നെ നിനക്ക് വിഷമാണെങ്കിൽ നീ തിന്നണ്ട, കറി ഉണ്ടാക്കി വെച്ചാ മതി. ഞാൻ നിന്റെ പിള്ളേരും കഴിച്ചോളാം. പിന്നെ അധികം പുളിയും മുളകൊന്നും ചെലവാക്കണ്ട കേട്ടോ. എന്താണ് രാവിലെ പത്രം പിടിച്ചോണ്ടിരിക്കുന്നത്? ചരമക്കുറിപ്പിൽ നിന്റെ അപ്പന്റെ പടം അച്ചടിച്ച് വന്നിട്ടുണ്ടോ? കാശ് കൊടുത്താണോ ഈ പത്രം മേടിച്ചത്? ബിന്ദുവിന്റെ വീട്ടിലെയാ. ബിന്ദുവിന്റെ വീട്ടിലെയാ. പിന്നെ കോളേജിൽ പഠിക്കുന്ന പെൺപിള്ളേരെ പത്രം വായിക്കണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. എടി, വായിക്കാൻ കൊള്ളാന്ന് വാർത്തയെന്ന് പോലെ അച്ചടിച്ചു വരുന്നത്. ഇതൊക്കെ വായിച്ചാലേ നീ ചീത്തയായി പോവും. അപ്പച്ചാ, എനിക്ക് ഡിസ്റ്റിങ്ഷൻ ഉണ്ട്. ഇനി ഡിഗ്രിക്ക് ചേരണം. നീ ഇപ്പൊ പഠിച്ചതും ഒരു ഡിഗ്രി അല്ലേ? എന്റെ മോള് അത്രയൊക്കെ അങ്ങ് പഠിച്ചാ മതി. അത് പ്രീ ഡിഗ്രി അപ്പച്ചാ. ഒരു ഡിഗ്രി ഉണ്ടല്ലോ, അത് മതി. എന്റെ കർത്താവേ, അതിന്റെ ഫീസിനും പുസ്തകത്തിനുമായിട്ട് കാശ് എത്ര മുടക്കിയെന്നറിയാവോ? അയ്യോ എന്റെ ദൈവമേ, ഇത് കഴിഞ്ഞ മാസം മേടിച്ച വെളിച്ചെണ്ണയല്ലേ? എന്താണ് ഇവിടെ എല്ലാരും എണ്ണയാണോ കുടിക്കുന്നത്? ശോശാമേ, ചെലവ് വളരെ കൂടി പോകുന്നുണ്ട് കേട്ടോ. ഇത്രയും കൂടി മാർക്ക് വാങ്ങാത്ത ബിന്ദുവിനെ അവര് കോളേജിൽ വിടുന്നു. എടി, നാട്ടുകാർ കാണിക്കുന്നൊക്കെ നമുക്ക് കാണിക്കാൻ പറ്റുമോ? എന്റെ 2 ആമക്കളെയും ഒരു ഡിഗ്രി ഞാൻ പഠിപ്പിച്ചിട്ടില്ല. അവർക്ക് എന്താണ് ഒരു കുറവ്? നീ അധികം ചിന്തിച്ച് തലവേദന ഉണ്ടാക്കണ്ട. ഞാൻ പിന്നെ അതിന് കാശ് ഉണ്ടാക്കേണ്ടി വരും. നീ വേഗം മീൻ വെട്ടാൻ നോക്ക്, അല്ലെങ്കിൽ ചീഞ്ഞു പോവും. എന്റെ കർത്താവേ, വില കൂടും തോറും സവോള ചെറുതായി ചുവന്നുള്ളി പോലെയായി. എന്താണ് ഇവിടെ കല്യാണോ? 1.5 ഉള്ളി ചേർത്താൽ മതി, ബാക്കി കൊണ്ടുപോവാ ഇവിടെ. ഈ ഇടവയിലെ ഏറ്റവും കൂടുതൽ മാർക്ക് വാങ്ങിയ കുട്ടി ആലിസാണെന്ന് അറിഞ്ഞു. കൺഗ്രാചുലേഷൻസ്. എന്നിട്ട് എന്താച്ചോ, അവളെ ഇനി കോളേജ് വിടുന്നില്ലെന്ന് അപ്പച്ചനോട് അച്ഛനൊന്ന് പറയണം. പള്ളിക്ക് പോലും ഒരു ചില്ലിക്കാശ് തരാത്ത നിന്റെ അപ്പനോട് ഞാൻ എന്തു പറയാനാ?